സിനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. മറ്റേ കൊച്ചിയിലാണ് കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോണ വിശേഷങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചി ബീച്ചിലാണുള്ളത് കേട്ടോ. ബീച്ചിൽ വന്നേക്കാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ട്, പിള്ളേരെല്ലാവരും ഉണ്ട്. അവിടെ നമ്മൾ ഇന്നാൾ വന്നൊരു വീഡിയോ ഇട്ടായിരുന്നതാണ്. പിന്നെ ഇന്നിപ്പോൾ കൊച്ചിയിൽ തന്നെ കല്യാണത്തിന് വന്നപ്പോൾ നമ്മൾ അങ്ങനെ അത് ഒന്നുകൂടി ഇടുന്നതാണ്. പാത്തു എനിക്ക് ഇഷ്ടമായ ബീച്ച്? ഇന്നാൾ വന്നത് പോലെയാണ് തന്നെയാണോ? ഇനി എവിടെ പോണ്ടേ? ആദു നിനക്ക് എവിടെ പോണ്ടേടാ? ആദു എവിടെ പോണ്ടേ? യാസി ഡാ നിങ്ങൾക്ക് എവിടെ പോണ്ടേ? നീ പറൂന എവിടെ പോണേ? ഐസ്ക്രീമൊന്നുമില്ല, ഇല്ല മേടിച്ചേരൂല. സിനാനെ ഡാ നീ എന്താ പെണുങ്ങിക്കണേ? ഡാ സിനു ഡാ എന്താടാ? അവനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാപ്പാടെ പുറകെ നടക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പിണങ്ങിക്കണം അവൻ. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ വന്ന് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എല്ലാവരും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇത്തിരി കുറച്ചേരേ ഉള്ളൂ. ഷമീറും ഫാത്തിമായും അതുപോലെ തന്നെ പിള്ളേരൊന്നും ഇല്ല, ഷഫീഖില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് തിരിച്ച് നടക്കാമെന്ന് ഓർത്തിട്ടാണ്. ഇനി വന്ന വഴിക്ക് ഉമ്മാടെ വീട്ടിലൊന്ന് കയറാമെന്ന് ഓർത്തേക്കാണ്. മാമാനെ ഒന്ന് കാണണം. അപ്പോൾ അങ്ങനെ കയറാമെന്ന് ഓർത്തേക്കാണ്. ഫോർട്ട് കൊച്ചി ബീച്ചിൽ പാർക്കൊക്കെ പണി നടക്കാനോട് പൊളിച്ചിട്ടേക്കാണ്. വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല, ഒക്കെ പൊളിച്ചിട്ടേക്കാണ്. പൂമാർക്ക് പാർക്കിലൊന്നും അധികം കയറാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബീച്ചിലെ വിശേഷങ്ങളൊക്കെ കേട്ടോ.
എനിക്ക് പാനിപൂരി വേണമെന്ന് പറഞ്ഞിട്ട് പാനിപൂരി മേടിക്കുന്നുണ്ടോ അല്ല അവൻ പാനിപൂരി കഴിക്കുകയാണ്. എനിക്ക് വാശി പാനിപൂരി വേണമെന്ന്. അപ്പം അങ്ങനെ പാനിപൂരി മേടിച്ചെടുത്താണ്. നോട്ടാ ബാബാ. അപ്പോൾ ഞങ്ങളങ്ങനെ ഉമ്മാടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവന്മാർ വണ്ടിയിൽ കയറി തന്നെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈനാപ്പി വന്നു കഴിഞ്ഞപ്പോൾ അവൻ കരച്ചിലായതിൻ്റെ പേരിൽ സിനാനും യാസയും കൂടിയിട്ട് അവനെ വണ്ടിയിലോട്ട് കൊണ്ടുപോയേക്കാണ്. പാത്തും എല്ലാവരും ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ അവന്മാർ ആ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് കളിക്കണതാണ് കേട്ടോ കാണുക. സൈനാപ്പിക്ക് വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുന്ന വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ഇതാണ്. അതിപ്പോൾ ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ അവൻ എൻ്റെ മടിയിലിരുന്നിട്ട് അവൻ ഭയങ്കരമായിട്ട് സ്റ്റിയറിംഗ് ഒക്കെ ഇട്ട് തിരിക്കലാണ് ആളുടെ പണി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മാമാടെ അടുത്ത് നിന്ന് വർത്താനം കൊണ്ടിരിക്കുകയാണ്. വാപ്പ പത്രം വായിക്കണം. സൈനാപ്പി ചായ കൊണ്ടു വെച്ചപ്പോൾ ചായയും റസ്ക് ഒരെണ്ണം ഉണ്ടായി. റസ്ക് കൈ കൊടുത്തേക്കാണ് സൈനാപ്പിക്ക്. റസ്ക് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണുക. മാമയാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ നിന്നോളൂ കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്കൊന്ന് തുരുത്തുമ്പോൾ ഇന്നാമ്മയുടെ വീട്ടിൽ കയറാനുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങി. ഒരു അരമണിക്കൂറിൻ്റെ അടുത്താണ് ഞങ്ങൾ അവിടെ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അങ്ങനെ ഞങ്ങൾ തുരുത്തുമ്മ ഇന്നാമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ എത്തി. അപ്പോൾ സഹൽ നമ്മുടെ മോനിക്ക് സുഖം ഉണ്ടായില്ല. അപ്പോൾ അത് ആയിട്ട് ഞങ്ങളവിടെ പോയിട്ടുണ്ടായില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് കയറി. അപ്പോൾ അവൻ്റെ കൊച്ചാണ് ഇളാപ്പാടത്ത് ഇരിക്കുന്നത്. അപ്പോൾ അവന്മാരെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവക്കടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ സൈനാപ്പിയൊക്കെ അതുമ്പോൾ കയറി ഒന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഞങ്ങളെ അറിയിക്കണം. ഓക്കെ, ബൈ ബൈ.